ബാലു നേരത്തെ ആദായ നികുതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ആദായ നികുതി രണ്ട് ഫോമുകളിലായിട്ടാണ്, ഒന്ന് ഓൾഡ് അതുപോലെ തന്നെ ന്യൂ, രണ്ട് റെജീമുകൾ ഇപ്പോഴുണ്ട്. ഇവ സംയോജിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ ന്യൂ റെജീമിൽ യാതൊരു തരത്തിലുള്ള ഡിഡക്ഷനോ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഇല്ല. അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ ന്യൂ റെജീം. പക്ഷേ ഈ ന്യൂ റെജീമിനെ പ്രോത്സാഹിപ്പിക്കാവുന്ന സമീപനമാണ് കഴിഞ്ഞ ബജറ്റിലൊക്കെ ധനമന്ത്രി സ്വീകരിച്ചത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് സാലറീഡ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ബി.ജെ.പിയുടെ എല്ലാ കാലത്തെയും ശക്തി സ്രോതസ്സായ മധ്യവർഗം വലിയ നിരാശയിലാണ്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന പരാതി ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നൊരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സമീപനം ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ രണ്ട് ടാക്സ് റിജീമുകളാണുള്ളത്, ഓൾഡ് ടാക്സ് റിജീമും ന്യൂ ടാക്സ് റിജീമും. ഈ ഓൾഡ് ടാക്സ് റിജീമിൽ നിന്ന് പരമാവധി പേരെ ന്യൂ ടാക്സ് റിജീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ രണ്ട് ടാക്സ് റിജീമുകളും സംയോജിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ധനകാര്യമന്ത്രി കടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ബജറ്റ് പ്രസംഗത്തിൽ അത് ഉൾക്കൊള്ളുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ന്യൂ ടാക്സ് റിജീം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ധനകാര്യമന്ത്രി നടത്തിയേക്കും. പ്രത്യേകിച്ച് നിലവിൽ ഈ ന്യൂ ടാക്സ് റിജീമിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻ, ഈ ഭവന വായ്പ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഡിഡക്ഷൻ ഇല്ല. ഭവന വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഡിഡക്ഷൻ നൽകുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഈ ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സ്റ്റാൻഡേർഡ് റിബേറ്റ് 10 ലക്ഷമായി ഉയർത്തണമെന്നൊരു ആവശ്യം ദീർഘകാലമായി തന്നെ ഉയരുന്നുണ്ട്. ബി.ജെ.പിയിൽ തന്നെ അത്തരമൊരു ആവശ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അവതരിപ്പിച്ചിരുന്ന ബഡ്ജറ്റിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. ഏതായാലും ഈ മധ്യവർഗ സമൂഹത്തിനെ ആകർഷിക്കുന്നതിനായി ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റിൽ വച്ച ഈ സാമ്പത്തിക സർവേയിൽ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തൊരു ഈ ഒന്ന് വളർച്ചാ നിരക്ക് കുറയുന്നു, അതിനോടൊപ്പം തന്നെ ഈ ആൾക്കാരുടെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം പരമാവധി ജനങ്ങളുടെ കയ്യിൽ പണം നിലനിർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഈ നികുതി ഘടനയിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നികുതി ഘടന പരിഷ്കരണത്തിലേക്ക് ധനകാര്യമന്ത്രി കടക്കുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇതിനിടയിൽ ഈ ടാക്സ് സ്ലാബുകളിലും ചില ഭേദഗതികൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ധനകാര്യമന്ത്രി ഇന്നത്തെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കൊണ്ടുവരുമെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം 20%-നും 30%-നും ഇടയിൽ ഒരു പുതിയ ടാക്സ് സ്ലാബ്, അതായത് 25% ടാക്സ് സ്ലാബിനുള്ള ഒരു സാധ്യതയും ധനകാര്യമന്ത്രി, അതായത് ധനകാര്യ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിഗണിച്ചിരുന്നു എന്നായിരുന്നു ലഭിക്കുന്ന വിവരം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്താനാണ് സാധ്യത. ഏറ്റവും പ്രധാനമായും ഇതിനൊക്കെ പറയുന്ന കാര്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ സാലറീഡ് ക്ലാസ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർത്തുന്നതിനായുള്ള ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില അവർക്ക് അവിടെ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങളും ചില നിർദ്ദേശങ്ങളും ധനകാര്യമന്ത്രിയുടെ അതായത് തുടർച്ചയായി 8ാമത്തെ ബഡ്ജറ്റ് പ്രസംഗമാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ നടത്താൻ വേണ്ടി പോകുന്നത്. ആ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അഭിലാഷ്, അതാണ് ഈ സാലറീഡ് ക്ലാസിനെ സംബന്ധിച്ചും മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ. 25% എന്ന പുതിയ ഒരു ടാക്സ് സ്ലാബ് നിലവിൽ വന്നാൽ ഉയർന്ന വരുമാനക്കാർ എന്ന് പറയുമ്പോൾ അതിസമ്പന്നരല്ല, അതേസമയം ഉയർന്ന വരുമാനക്കാർ മുകളിൽ നിൽക്കുന്ന, അതെ, അവർക്ക് ആശ്വാസകരമായിരിക്കും. ആ ക്ലാസും പൊതുവെ ബി.ജെ.പിയുടെ അനുഭവം പുലർത്തുന്ന വലിയ വിഭാഗമാണ്. പിന്നെ ഇപ്പോഴത്തെ രൂപയുടെ മൂല്യശോഷണം കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു ആരാണ് സമ്പന്നർ എന്നൊരു ചോദ്യമൊക്കെ വരാം. അതെ, എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ വായ്പ എടുത്തവർ, ഭവന വായ്പ എടുത്തവർ തുടങ്ങിയവരെല്ലാം ഈ ക്ലാസ്സുകളിലേക്ക് പരിഗണിച്ചു വരികയാണ്. അവർക്കും അത് ഒരു പ്രതീക്ഷ നൽകുമെന്നൂടെ കരുതേണ്ടി വരും.